Devika's Kitchen Recipes ലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. സദ്യക്കൊക്കെ നമ്മൾ ഉണ്ടാക്കാറുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാർ. ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സദ്യയുടെ സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/2 കപ്പ് തുമരയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 20 മിനിറ്റ് കുതിർത്ത് വെച്ചിരുന്ന തുവരപ്പരിപ്പാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുതിർത്ത് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പരിപ്പ് വെന്ത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് കുതിർത്ത് വെച്ചിരുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഈ പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം 1.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഈ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. അപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരുമ്പോഴാണ് സാമ്പാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നതും അതുപോലെ സാമ്പാറൊന്ന് കുറുകി വരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരുന്നത് വരെ നമുക്കിത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. ഇനി നമുക്ക് ഇതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഒരു 8-10 പീസുണ്ട് ഇത്. ഇനി ഞാൻ അമരയ്ക്ക എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു 5 എണ്ണമാണ് അമരയ്ക്ക എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും നമ്മൾ ക്യൂബ്സായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. ഇനി ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് വലിയ ക്യാരറ്റിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ക്യാരറ്റ് എടുക്കാം. പിന്നെ മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 10-12 പീസുണ്ട്. അപ്പം മത്തങ്ങ സാമ്പാറിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് മത്തങ്ങ ഉണ്ടെങ്കിൽ മത്തങ്ങ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും സാമ്പാറിന്. ഇനി ഞാനിവിടെ ഒരു മുരിങ്ങയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ വലിയ ഒരു പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ചെറിയ പൊട്ടറ്റോ ആണെങ്കിൽ 2 എണ്ണം എടുക്കാം. ഞാനിപ്പോൾ വലുത് 1 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാനിവിടെ സവാള എടുത്തിട്ടില്ല. അതിന് പകരം കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ സാമ്പാറിൽ സവാള ചേർക്കുന്നില്ല. അതിന് പകരം കൊച്ചുള്ളിയാണ് ചേർക്കുന്നത്. ഇതൊരു 25 കൊച്ചുള്ളി ജസ്റ്റ് ഒന്ന് കീറി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം കൊച്ചുള്ളി പൊളിക്കാൻ മടിയുള്ളവരാണെങ്കിൽ അതിന് പകരം സവാള ചേർക്കാം. പക്ഷേ കൊച്ചുള്ളി ചേർക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വലിയ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഞാൻ വെജിറ്റബിൾസ് വിസിലിട്ടിട്ട് അല്ല കുക്ക് ചെയ്യുന്നത്, അല്ലാണ്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഈ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ 4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ കപ്പ് 250 ml കപ്പാണ്. അതിന് 4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പരിപ്പിൽ ഉപ്പിട്ടാണ് വേവിച്ചത്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഉപ്പിടാൻ. ഇനി ഇതിലേക്ക് ഞാൻ കട്ടക്കായമാണ് ചേർക്കുന്നത്. ഞാൻ സാമ്പാറിലേക്ക് കായപ്പൊടി ചേർക്കുന്നില്ല. അതിന് പകരം ഇതുപോലത്തെ കട്ടക്കായമാണ് ചേർക്കുന്നത്. അത് ഇതുപോലെ ഒരു 2 പീസ് കായമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ കായമാണ് സാമ്പാറിന് കൂടുതൽ ടേസ്റ്റ് കായപ്പൊടിയെക്കാട്ടിലും. അപ്പോൾ ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചൊന്ന് പൊടികളൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷമാണ് ഈ വെജിറ്റബിൾസിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പം സാമ്പാർ പൊടിയാണ് എടുത്തിരിക്കുന്നത്. സാമ്പാർ പൊടി 2 ടേബിൾ സ്പൂൺ നിറയെ സാമ്പാർ പൊടിയാണ് എടുത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 നുള്ള് ഉലുവാപ്പൊടി. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ പൊടികൾ ഒന്ന് മൂപ്പിച്ചെടുക്കാം.
അപ്പോൾ ആ പൊടികൾ കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ സാമ്പാറിന് കയ്പ്പ് വരും. നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി ഇത്. അപ്പോൾ സാമ്പാർ പൊടിക്ക് കുറച്ച് എരിവ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടത്. പിന്നെ നമ്മൾ പച്ചമുളകും ഇടുന്നുണ്ടല്ലോ. പിന്നെ എരിവ് കൂടുതൽ വേണ്ടവർ അതിനനുസരിച്ച് ചേർത്തോണേ. ഇപ്പം ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ പൊടികളും കൂടെ നമുക്ക് കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് പകുതി കുക്കായതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന പരിപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പരിപ്പും വെജിറ്റബിൾസും കൂടെ ഒരുമിച്ച് കിടന്ന് നന്നായിട്ട് ഒന്ന് കുറുകി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ഇത് വെജിറ്റബിൾസൊക്കെ പകുതി ഒന്ന് കുക്കാവുന്നത് വരെ വയ്ക്കാം. അപ്പോൾ പകുതി കുക്കായതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളിയും വെണ്ടയ്ക്കായും ചേർത്ത് കൊടുക്കണം. പുളിയും പിഴിഞ്ഞൊഴിക്കണം. അപ്പോൾ ഇതിനിയും പകുതി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ അതാ ഞാൻ ഇതുപോലൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ പുളി നമുക്ക് ഇന്ന് കുതിരാനായിട്ടിടാം. കുതിർന്നതിന് ശേഷം നമുക്കിത് പകുതി വെന്തതിന് ശേഷം ഈ പുളിയും കൂടി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ പകുതി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ പുളിയും കൂടി ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ അതാ നമ്മൾ പുളിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ പുളിയും കൂടി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ വെണ്ടയ്ക്കായും എടുത്തിട്ടുണ്ട്. ഇതിപ്പം ഞാൻ 5 വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഈ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബാക്കിയും കൂടെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വെണ്ടയ്ക്ക നമ്മൾ ആദ്യം ചേർക്കുകയാണെങ്കിൽ ഒരുപാട് കുക്കായി ആ ഒരു വഴുവഴുപ്പ് വരും. അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മളുടെ സാമ്പാറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ സാമ്പാറൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഒരിത്തിരി ഉപ്പും കൂടെ വേണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കടുകും കൂടെ താളിച്ചൊഴിക്കണം. അപ്പോൾ ഞാൻ സാമ്പാർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിച്ചൊഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ 2 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനി നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കൊച്ചുള്ളിയും കൂടെ ഇതുപോലെ കടുക് താളിക്കുമ്പോൾ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ സാമ്പാറിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ഇതേപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ കൊച്ചുള്ളി മൂപ്പിച്ച് ചേർക്കാറുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് സാമ്പാറിന്. അപ്പോൾ കടുക് താളിച്ചതും കൂടെ നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സദ്യയുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് ഈ സാമ്പാറിന്. അപ്പോൾ സാമ്പാർ മിക്കവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും.
അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. നല്ല ടേസ്റ്റാണ് ഈ സാമ്പാറിന്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്